ഞാൻ ഈ മലപ്പുറത്ത് പോയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അയൂബ് സഹോദരിയുടെ മകളുടെ നിക്കാഹിനായിരുന്നു. ആ നിക്കാഹിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ ചില വ്യത്യസ്തമായ അനുഭവങ്ങളുടെ കഥകൾ പറയാനുണ്ടായിരുന്നു. അതും പറയേണ്ടതാണെന്ന് തോന്നി. ഏതായാലും അത്ഭുതകരമെന്ന് പറയട്ടെ, അങ്ങനെ ആദ്യമായി ഒരു പറഞ്ഞ പരിപാടിക്ക് ആ പരിപാടിക്ക് മുമ്പ് അയൂബ് എത്തിച്ചേർന്നു എന്നതായിരുന്നു ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത. 9:30-ക്കാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ നിക്കാഹ്. അദ്ദേഹം ആഴ്ചകൾക്ക് മുമ്പേ എന്നെ വിളിച്ച് എല്ലാ ക്രമീകരണങ്ങളുമൊക്കെ ഉണ്ടാക്കി വെള്ളിയാഴ്ച നമ്മൾ വരും, ശനിയാഴ്ച അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം 9:30 നിക്കാഹിന് 9:26 സ്ഥലത്തെത്തിച്ചേർന്നു. തലേന്നാൾ രാത്രി 12 മണിക്ക് ഒരു കോൾ വരുന്നു. ഞാൻ ഓൺ ബോർഡാണ്, ഫ്ലൈറ്റിലാണ്, ഏത് ഹോട്ടലിലാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ ഹോട്ടലിൽ പറയാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഫോൺ ഫ്ലൈയിങ് മോഡിലാക്കി കിടന്നങ്ങ് ഉറങ്ങി. എന്താണെന്ന് വെച്ചാൽ 3 മണിക്കോ 3:30 മണിക്കോ ഈ 12 മണിക്ക് ഉറങ്ങുന്ന എന്നെ വീണ്ടും വന്ന് കുത്തിപ്പൊക്കി ബഹളം ഉണ്ടാക്കി ഒരു കാര്യമില്ലാത്ത ഒരു അവസരം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരാൾ വന്ന് എന്നെ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സ്കൂട്ടർ നിർത്തി എന്നെ വന്ന് കണ്ടു. ഞാനിങ്ങനെ സാറിൻ്റെ നിഴൽ കണ്ടു വന്നതാണ്, ഞാൻ വല്ലാതെ കാണുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പുറത്ത് വൈഫ് ഹൗസിൽ വരെ പോയതാണ്, സാംഗോയിലെ പൊറോട്ട കഴിക്കാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞു. സാറ് കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്ര അങ്ങ് ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, നിക്കാഹിനൊക്കെ പോയി പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്ത് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഒന്നും കഴിച്ചില്ല, രാവിലെ മണി 10:30 നല്ല വിശപ്പുണ്ട്, അപ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാംഗോയുടെ ഒരു പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവിടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഡൗൺ ഹില്ലിലുള്ള ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്ന് അവിടെ ചോദിച്ചപ്പം വഴിയെല്ലാം പറഞ്ഞു തന്ന് ഡൗൺ ഹില്ലിൻ്റെ തൊട്ടടുത്ത് ഈ സാംഗോ ഹോട്ടലിൽ എത്തിച്ചേർന്നു. സാംഗോ ഹോട്ടലിൽ എത്തിച്ചേർന്ന് സ്വാഭാവികമായി അതിൽ കയറി പൊറോട്ട, ഒരുപാട് കാലമായി പൊറോട്ട കഴിച്ചിട്ട്, എങ്കിലും അവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് കഴിക്കാനിരുന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതായത് വളരെ മുരിഞ്ഞ് നല്ല വൃത്തിയായ, നമ്മളെന്താ പറയുന്നത്, വളരെ കിറുകിറുകിറു നമ്മൾ പറയില്ലേ കഴിക്കാൻ, അങ്ങനെ കഴിക്കാൻ പാകത്തിലുള്ള നല്ല സുന്ദരമായ പൊറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും അടിപൊളി. ഒന്ന് കഴിക്കേണ്ടതാണ് കേട്ടോ. പൊറോട്ട ഒക്കെ കുറച്ച് വലുതാണ്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാണ് അത് അടിച്ചുകൊണ്ട് വരുന്നത്. പല സ്ഥലത്തും നമ്മൾ ഈ പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോൾ അതിങ്ങനെ കുതിർന്ന് പൊന്തി ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലും ഇരിക്കും. ഇതങ്ങനെയല്ല, വളരെ കൃത്യമായ നല്ല പൊറോട്ട. അത് കഴിച്ച് സ്വാഭാവികമായെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. സാധാരണ ചില കടകളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെയൊക്കെ പറയുമ്പോൾ ഇത് അങ്ങനെയൊന്നും തോന്നിയില്ല, നന്നായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പുറത്ത് ഞാനൊരു ബോർഡ് കണ്ടത്. ആ ബോർഡിനെ അത്ഭുതപ്പെടുത്തി. അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ ഈ റൂട്ട് മാപ്പൊക്കെ കാണിക്കുന്നത് പോലെ. അപ്പോൾ അദ്ദേഹം അന്നേരമാണ് മകൻ വന്നിട്ട് പറഞ്ഞത്, എൻ്റെ ഉപ്പ തുടങ്ങിയതാണിത്. ഉപ്പ ഹോട്ടൽ തുടങ്ങിയ ആ സ്ഥലങ്ങളും ആ സ്ഥാപിച്ച സ്ഥലങ്ങളും ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിൽ വരച്ചു വെച്ചിട്ടുണ്ട്. 1960-ലോ 62-ലോ മറ്റോ തുടങ്ങി അവിടെ നിന്ന് സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വന്ന ആ ചിത്രമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ മർഹൂം മൂസ എന്ന് പറയുന്ന ആ മനുഷ്യനെക്കുറിച്ച് എന്നോട് പറഞ്ഞതും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചതും. മനുഷ്യജീവിതത്തിൻ്റെ സഞ്ചാരപഥങ്ങളിൽ ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനമുണ്ട്. വെറും കഠിനാധ്വാനം മാത്രം കൊണ്ട് ശാശ്വതമായി എന്നും ഒന്നും നിലനിൽക്കില്ല. അതിൽ ചില സത്യങ്ങളുണ്ടാവണം. അങ്ങനെ ചില സത്യങ്ങളുണ്ടെങ്കിൽ ആ സത്യങ്ങളുടെ പിന്നിലെ നന്മ നിഷ്കളങ്കമാണെങ്കിൽ, അത് കേവലം പ്രകടനമല്ലെങ്കിൽ, അത് ശാശ്വതമായി അങ്ങനെ നിലനിൽക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഈ സാംഗോ മൂസാക്ക എന്ന് പറയുന്ന ആൾ മജേസ്റ്റിക് മൂസാക്ക എന്ന പേരിൽ ബാംഗ്ലൂരിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്ത ശേഷം നാട്ടിൽ വന്ന് ഈ ഹോട്ടൽ വ്യവസായ ശൃംഖല എന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹം ഇങ്ങനെ ഹോട്ടലുകൾ ആരംഭിക്കുന്നത്. പണിക്കാരെയൊക്കെ വെച്ച് പാതിരാത്രി വരെ കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഹോട്ടൽ നടത്തി. ആദ്യത്തെ ഹോട്ടലിൻ്റെ പേര് മജേസ്റ്റിക് എന്നായിരുന്നു. മറ്റൊരാളുമായി പാർട്ട്ണർഷിപ്പിലാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ഏതാണ്ട് 12ഓളം ഹോട്ടലുകൾ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചില നഷ്ടത്തിലാവുന്ന ഹോട്ടൽ ഇദ്ദേഹം ലാഭത്തിലാക്കുമ്പോൾ അവരങ്ങ് തിരിച്ചു വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ച ശേഷം വീണ്ടും മൂസാക്കയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്ത ചരിത്രവുമുണ്ട്. ഇപ്പോൾ മജേസ്റ്റിക് മൂസാക്കയിൽ നിന്ന് തുടങ്ങി സാംഗോ മൂസാക്കയിലാണ് അവസാനമെത്തി ഇപ്പോൾ മർഹൂം മൂസാക്കയായി മാറിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഞാൻ മകനോട് ചോദിച്ചു, ഈ സാംഗോ എന്നുള്ള പേര് സാധാരണ മലപ്പുറം പേരെന്നൊക്കെ പറയുന്നത് സാംഗോ എന്ന് വരാൻ സാധ്യത പറഞ്ഞു, അതേക്കുറിച്ച് അറിയില്ല. ഉപ്പ ഇങ്ങനെ ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഉപ്പയുടെ മനസ്സിൽ പതിഞ്ഞ എന്തോ പേരായിരിക്കണം എന്ന് പറഞ്ഞു. അടുക്കള മുതൽ
ഈ പറയുന്ന അതിൻ്റെ പുറത്തു വരെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഹോട്ടൽ നടത്തുന്നവർക്ക് അവരുടെ ഏറ്റവും മുതലാളി ആ ക്യാഷിൻ്റെ അവിടെ തന്നെ ഇരുന്നാൽ അവിടെ അങ്ങ് ഇരിക്കാനേ ഒക്കത്തുള്ളൂ, വലിയ പ്രതിമ പോലെ. പിന്നെ അവസാനം അവിടെ ഇരുന്ന് അവിടുന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി അങ്ങ് എത്തിങ്കാനായിലാക്കത്തേ ഉള്ളൂ, ഹോട്ടൽ തകർന്നു പോയിട്ട്. അപ്പോൾ അടുക്കള മുതലുള്ള അധ്വാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെയുണ്ട്. അതൊരു നല്ല അനുഭവമായിരുന്നു. നിങ്ങളും പോകുന്നെങ്കിൽ ഈ ഡൗൺ ഹില്ലിൽ സാങ്കോയിൽ നിന്ന് കഴിക്കും. പിന്നെ എന്നെ ഒരു സ്ഥലത്ത് ഷംസുദ്ദീൻ കൊണ്ട് കയറ്റിയത് അവിൽ മിൽക്ക് കടയിലാണ്. അതെനിക്ക് തോന്നുന്നു കോട്ടയ്ക്കലൊക്കെ അടുത്താകാറായപ്പോഴാണ്. അവിൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു സവിശേഷമായ മിൽക്കുണ്ട്, അത് കുടിച്ചേ പറ്റൂ, ഭയങ്കര വെറൈറ്റി ആണെന്ന് പറഞ്ഞ് ഞാനും അതുപോലെ തന്നെ അഷറഫും ഷംസുദ്ദീനും കൂടി ആ സ്ഥലത്ത് കയറി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ അവിൽ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് നെറ്റ്വർക്കും അതിൻ്റെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ആളുകളാണെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ സംഗതി സത്യമാണ്. അതിൻ്റെ മെനു ഒക്കെ തന്നു, ആ സംഗതി കുടിച്ചു. മധുരത്തിന് ഒട്ടും ബാധിക്കാത്ത രീതിയിലുള്ളത് തരണം എന്ന് പറഞ്ഞെങ്കിലും കുറച്ചൊക്കെ മധുരമുണ്ട്. പിന്നെ അതിൽ ഒരുപാട് വെറൈറ്റികൾ പല ടൈപ്പിലുള്ളത് ഒക്കെ വെച്ചിട്ടുണ്ട്. കടയുടെ മുൻവശം കണ്ടാൽ നമുക്ക് തോന്നും ഒരു പഴക്കൊലക്കടയാണെന്ന് തോന്നും. അതും ഒരു വളരെ മനോഹരമായ ഒരനുഭവമായിരുന്നു. പക്ഷെ വേറൊരു വലിയ പോരായ്മയുണ്ട് മലപ്പുറത്തിന്. അത് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഉത്തരവില്ല. ജെമിനിയോട് ചോദിച്ചപ്പോൾ ജെമിനി പറഞ്ഞ ഉത്തരം ആണ് വ്യത്യസ്തം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഡൗൺ ഹില്ലിലോ അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ നല്ലൊരു ഹോട്ടൽ ഫെസിലിറ്റി ഇല്ല. സ്റ്റേ ചെയ്യാൻ ആഹാരം കഴിക്കാനുണ്ട്, നല്ല വെറൈറ്റി ആഹാരമൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം. പക്ഷേ ആഹാരം കഴിച്ചിട്ട് വണ്ടി എടുത്തൊന്നെങ്കിൽ കോഴിക്കോടിന് വിടണം, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോരണം, തൃശ്ശൂരിന് പോരണം. മലപ്പുറത്ത് അങ്ങനെ ഒരു സംഗതി വളരെ കുറവാണ്. ഞാൻ താമസിച്ചത് ഹോട്ടലാണെന്ന് പറയാം. ഒരു മുറി, ഒരു കട്ടിൽ, ആ കട്ടിൽ നോക്കുമ്പോൾ ഒരു ടർക്കിയും പിന്നെ പഴയ മെഡിമിക്സിൻ്റെ ഒരു സോപ്പും, നമ്മുടെ അല്ലേ പണ്ടാരോ പറയുന്നത് പോലെ ഈ ലോറി ഷെഡിൻ്റെ അടുത്തൊക്കെ ഉള്ള മനുഷ്യന് കിടക്കാൻ അത്രയൊക്കെ മതി. പക്ഷേ എന്നാലും ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് കയറ്റിയിരുത്തി സംസാരിക്കാൻ കഴിയുന്ന അത്തരം ഒരു സംഗതിയുമില്ലാത്ത ഒരുതരം തട്ടുകടയുടെക്കാൾ ചിലപ്പോൾ നമുക്ക് തോന്നും അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമാണ്. ഒരു ചായ കേറ്റിലില്ല, ഒന്നുമില്ല. ചായ അപ്പുറത്ത് പോയി കുടിച്ചോണം. ജെമിനി അതിന് ഉത്തരം പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, നിങ്ങളാണ് അതിന് മറുപടി വേണ്ടത്. ജെമിനി അതിന് പറഞ്ഞത് മലപ്പുറത്തെ ഒരു രീതി അനുസരിച്ച് ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വന്നാൽ വീടുകളിലാണ് താമസിക്കുന്നത്, ബിസിനസ്സുകാരുമൊക്കെ അങ്ങനെയാണ്. അത്തരം ഒരു നല്ല ശീലമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊന്നും ഇല്ലാത്തതെന്ന് ജെമിനി പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല കാരണം എന്താണെന്ന്. അവിടെ സ്കോപ്പില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല അടിപൊളി ഫെസിലിറ്റിയിലൊരു ഹോട്ടൽ സമുച്ചയമൊക്കെ വന്നാൽ വീട്ടിൽ നല്ല സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും മലപ്പുറംകാരല്ലേ, അവരവിടെ വന്ന് കിടക്കണം. അത് വെള്ളിയാഴ്ച രാവിലെ തന്നെ കിടക്കണമെന്നൊരു നിയ്യത്ത് ചെയ്ത് അവിടെ വന്ന് കിടക്കും. യൂസുഫ് അലിക്കായ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ധാരാളം ആളുകളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. നല്ലൊരു ഹോട്ടൽ സമുച്ചയം അവിടെ ആവശ്യമുണ്ട് എന്ന് തോന്നിപ്പോയി. ഏതായാലും അതും ഈ യാത്രയുടെ ഒരു അനുഭവമാണ്.